ലൈംഗിക പീഡന ഭ്രൂണഹത്യാ കേസുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ കടുത്ത നടപടിക്ക് കോൺഗ്രസ് ഒരുങ്ങുന്നുവെന്ന വാർത്ത ഇന്ന് തന്നെ തീരുമാനമെടുക്കാൻ സാധ്യതയുണ്ട്. രാഹുലിനെ കോൺഗ്രസ് പൂർണ്ണമായും കൈവിടാൻ സാധ്യതയേറെയാണ്. ഷെവീദ് റാവുത്തർ ചേരുന്നു തിരുവനന്തപുരത്ത്. ഷെവീദ്, വിവരങ്ങൾ. കെ മുരളീധരന്റെ ഈ പ്രതികരണം അതൊരു സൂചനയാണ്. മാത്രമല്ല, രാഹുലിനെതിരെ കടുത്ത നടപടിക്ക് KPCC നീങ്ങുന്നു തരത്തിലേക്കുള്ള സൂചനകൾ അല്പസമയം മുൻപ് KPCC-യിൽ നിന്ന് തന്നെ പുറത്തു വരുന്നുണ്ട്. അത്രത്തോളം പാർട്ടി ഇത് വല്ലാണ്ട് ബാധിച്ചു എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിലിപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ KPCC കോൺഗ്രസ് നേതൃത്വം എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടുതൽ നേതാക്കൾ, അതായത് രാഹുലിനെ ചുമക്കരുതെന്ന ഒരു വിഭാഗം നേതാക്കൾ KPCC നേതൃത്വത്തെ അറിയിച്ചു എന്നുള്ള നമ്മളുടെ വാർത്തയ്ക്ക് പിന്നാലെ സ്ഥിരീകരിക്കുന്ന വിധമാണ് കെ മുരളീധരന്റെ പ്രതികരണം ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അദ്ദേഹം കുറച്ചുകൂടി തീക്ഷ്ണമായ ഭാഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുകഞ്ഞ കൊള്ളി പുറത്തുനിന്നും പുറത്താക്കുന്നതിൽ ഉചിതമായ തീരുമാനമെടുക്കുന്നെന്നും സസ്പെൻഷൻ തിരുത്തലിനുള്ള മുന്നറിയിപ്പായിരുന്നുവെന്നും അതിനി സ്കോപ്പില്ല എന്നൊക്കെ കെ മുരളീധരൻ പറയുമ്പോൾ നമ്മൾ പറഞ്ഞ ആ കാര്യം കൂടുതൽ ശരിയായി വരികയാണ്. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. പുകഞ്ഞ കൊള്ളിയോട് സ്നേഹമുള്ളവർക്കും പുറത്തു പോകാം, പൊതുരംഗത്തുള്ളവർക്ക് മാന്യത വേണം. KPCC അധ്യക്ഷനുമായി ഇക്കാര്യം സംസാരിച്ചുവെന്നും നിലപാട് പ്രസിഡന്റിനെ അറിയിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ കെ മുരളീധരൻ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇനി ഇക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലപാട് മയപ്പെടുത്തി KPCC നേതൃത്വത്തിന് പോകാൻ കഴിയില്ല. മാത്രമല്ല, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്നൊക്കെയുള്ള പതിവ് രീതി അതിനെ ആവർത്തിക്കുന്നതും നേതാക്കൾക്കിടയിൽ ചിലർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂർണ്ണമായും കൈവിട്ടേക്കാനാണ് KPCC ആലോചിക്കുന്നത്. കടുത്ത നടപടികൾ ആലോചനയിലുണ്ട്. ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. നേരത്തെ ഈ വാർത്തയായി പുറത്തു വന്നത് ഈ ആന്റിസിപ്പേറ്ററി ബെയിലൊക്കെ തള്ളുന്ന സാഹചര്യം ഉണ്ടായാൽ, അതല്ലെങ്കിൽ അറസ്റ്റിലേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടായാൽ തീരുമാനമെടുക്കാം എന്നുള്ളതാണ്. എന്നാൽ ആ ആലോചന ഇപ്പോൾ KPCC മാറ്റിവെച്ചിരിക്കുന്നു. പകരം ഇന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരുപക്ഷെ തീരുമാനമെടുത്തേക്കാം. കാരണം ജാമ്യാപേക്ഷയിൽ ഇന്ന് വാദം നടന്നാലും വിധി ഇന്ന് തന്നെ ഉണ്ടാകണമെന്നില്ല. എന്നാലും KPCC ആലോചിക്കുന്നത് ഇന്ന് തന്നെ ഇയാൾക്കെതിരെ തീരുമാനമെടുത്തേക്കാം എന്നുള്ളതാണ്. സാഹചര്യം അതീവ ഗൗരവകരമാണെന്നും KPCC വിലയിരുത്തലുണ്ട്. കൂടാതെ ഇനിയും കൂടുതൽ പരാതി വന്നാൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പാർട്ടിയെ തന്നെ വെട്ടിലാക്കുന്ന രീതിയായി പോകും എന്നുള്ള കാര്യവുമുണ്ട്. ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു തരത്തിലും പിന്തുണയ്ക്കരുതെന്ന് മുതിർന്ന നേതാക്കൾക്കടക്കം താക്കീത് നൽകാനും KPCC-യുടെ ആലോചനയിലുണ്ട്. ഓക്കെ, ഷെവീദ് റാവുത്തർ, മറ്റൊരു കാര്യം, ഈ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറഞ്ഞതിന് പിന്നാലെ ഈ പുകഞ്ഞ കൊള്ളിക്കൊപ്പം പുകയുന്ന ആൾക്കാർക്ക് കൂടി പുറത്തു പോകാം എന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലോ. അങ്ങനെ പുകയുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണോ? പാർട്ടിയിൽ അതൊരു ന്യൂനപക്ഷമാണ്. മാത്രവുമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, VD സതീശൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ചൊരു കാര്യമുണ്ട്. കേരളം ഇനി ഒന്നാകെ ഇളകി വന്നാലും എടുത്ത നിലപാടിൽ മാറ്റമില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം മുതൽ ഈ ഉറച്ച നിലപാടെടുക്കുന്നത് KPCC പ്രസിഡന്റ് ആയിരുന്നു. കഴിഞ്ഞ തവണ ഈ അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെ രമേശ് ചെന്നിത്തലയും കടുപ്പിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോഴും K സുധാകരനെ പോലെയുള്ള മുൻ KPCC അധ്യക്ഷന് അദ്ദേഹത്തിന്റെ മുൻ നിലപാട് തിരുത്തേണ്ട സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായും കെ മുരളീധരൻ പ്രത്യക്ഷമായി തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചുമക്കുന്നവരെയും ഭയക്കേണ്ടി വരുമെന്നുള്ള സൂചനകൾ അത് നൽകുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായി, MLA സ്ഥാനത്ത് തുടരുന്നു എന്നത് അദ്ദേഹം തീരുമാനിക്കണം. അത് പാർട്ടിയല്ല സ്വീകരിക്കേണ്ടത്. രാഹുലിനെ പാർട്ടി ഏൽപ്പിച്ചത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്, അല്ലാതെ മതിൽ ചാടാനല്ല. പുകഞ്ഞ കൊള്ളി പുറത്ത്, പുകഞ്ഞ കൊള്ളിയോട് സ്നേഹമുള്ളവർ പുറത്തു പോകാം, പൊതുരംഗത്തുള്ളവർ മാന്യത പുലർത്തണം. ഇത് കെ മുരളീധരൻ അടക്കമുള്ള കോൺഗ്രസിലെ ഇപ്പോൾ ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായമാണ്. അഭിപ്രായം അവർ KPCC പ്രസിഡന്റിനെ അറിയിച്ചിട്ടുണ്ട്. ഇനിയും ഈ രീതിയിൽ ഏതെങ്കിലും തരത്തിലൊരു സോഫ്റ്റ് ടോൺ രാഹുൽ മാങ്കൂട്ടത്തിനോട് കാണിക്കുക അത് നേതൃത്വത്തിന് സാധ്യമല്ല. ഇക്കാര്യത്തിൽ ദീപദാസ് മുൻഷി അടക്കമുള്ള ആളുകളോട് രാവിലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നുള്ള വിവരങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.